വേവലാദികളുടെ കണ്ണുനീരിന്റെ എല്ലാം പരിഹാരം ഈ 10 മന്ത്രത്തിലുണ്ടെന്ന് മഹാരഥന്മാർ. ഒന്നാമത്തത്, ഇന്ന് വെള്ളിയാഴ്ചയാണല്ലോ, വെള്ളിയാഴ്ച തൊട്ട് തന്നെ തുടങ്ങാം. ഈ വെള്ളിയാഴ്ച വിഷയം തന്നെ പറയാൻ കാരണം, ഒരാൾ പരിശുദ്ധമായ വെള്ളിയാഴ്ച ജുമഅയ്ക്ക് മുമ്പ്, ഉമ്മമാരെ, സഹോദരിമാരെ, ളുഹർ നമസ്കാരത്തിന് മുമ്പ് നിങ്ങൾ യാ അല്ലാഹ് യാ അല്ലാഹ് യാ അല്ലാഹ് എന്ന് 200 വട്ടം നിങ്ങൾ ചൊല്ലിയാൽ മഹാരഥന്മാർ പറയുന്നു, നിങ്ങളുടെ ജീവിതത്തിന്റെ സകലമാന നേട്ടങ്ങളും അള്ളാഹു അടുപ്പിച്ചു തരുമെന്നാണ്. എല്ലാ ബുദ്ധിമുട്ടുള്ള മാറ്റി തരുമെന്നാണ്. ദുആക്ക് ഇജാബത്ത് ഉണ്ടാവുന്നതാണ്. സന്തോഷവും സമാധാനം ഉണ്ടാവുന്നതാണ്. ആലോചിച്ച് നോക്കിയേ, ഇത് ഇസ്മുൽ അഅ്ലമാണ് എന്ന് പറഞ്ഞ പണ്ഡിതന്മാർ വരെ ഉണ്ട്. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. അപ്പോൾ ഒന്നാമത്തത് യാ അല്ലാഹ്, ജുമഅയ്ക്ക് മുമ്പ്, ഇന്ന് ജുമഅയ്ക്ക് മുമ്പ് 200 വട്ടം ഓതി തീർക്കിൻ. നിങ്ങൾ ദുആ ചെയ്യിൻ, ദുആക്ക് ഇജാബത്ത് ഉണ്ടാകും. രണ്ടാമത്തെ മന്ത്രം ഞാൻ വിശദീകരിക്കുന്നില്ല, സമയം വളരെ കുറവാണ്. നമുക്ക് വേഗം പറഞ്ഞ് അവസാനിപ്പിച്ച് ദുആ ചെയ്യാം, അള്ളാഹ് സ്വീകരിക്കട്ടെ. രണ്ടാമത്തത്, കടമില്ലാത്ത ആരും ഉണ്ടാവില്ല ഉസ്താദെ, കടാണ്, ബാധ്യതയാണ് ഉസ്താദെ, വീടില്ല ഉസ്താദെ, അതുകൊണ്ട് നിങ്ങൾ ദ്വാരക്കണം, കടം വേണ്ടി, നിങ്ങൾ കടം മാറാൻ വേണ്ടി നിങ്ങൾ ദ്വാരക്ക പറഞ്ഞ് എത്ര കമന്റുകൾ നമുക്ക് വായിക്കാൻ കഴിയും. ഉമ്മമാരെ കേട്ടോളി, നിങ്ങൾ പുറത്തേക്ക് പോയിട്ട് വരുമ്പോൾ, വീട്ടിലേക്ക് കയറുമ്പോൾ നിങ്ങൾ സലാം പറയാറുണ്ട് ഇല്ലേ? പറയാറില്ലേ? അങ്ങനെ പറയുന്നുട്ടാ. വീട്ടിലേക്ക് കയറുമ്പോൾ ഒരു അസ്സലാമു അലൈക്കും പറയണം. ആരും ഇല്ല ഉസ്താദ്, പിന്നെ എന്തിനാ സലാം പറയണേ? മലക്കുണ്ടടോ, അവിടെ ജിന്നുണ്ടടോ, അവര് സലാം അടക്കട്ടെ, അതുവല്ല ബറക്കത്തല്ലേ? അള്ളാന്റെ മലക്ക് നമുക്ക് സലാം അടക്കി എന്താ പ്രതിഫലം? അപ്പൊ മലക്കുകൾക്ക് നമ്മൾ എന്ത് ചെയ്യുക? സലാം അടക്കുക. അൽഹംദുലില്ലാ. അപ്പൊ എന്ത് ചെയ്തു? ആ മലക്കുകൾക്ക് നമ്മൾ സലാം അടക്കി, നമ്മൾ സലാം പറഞ്ഞു, അസ്സലാമു അലൈക്കും. നമ്മുടെ സൂറത്തുൽ ഫാത്തിഹ പാരായണം ചെയ്യുക, മനസ്സിൽ ഒരു ഫാത്തിഹ പാരായണം ചെയ്യുക, അതോടൊപ്പം ഒരു ഇഖ്ലാസ് പാരായണം ചെയ്യുക. ഇൻഷാ അല്ലാഹ് ഇതിങ്ങനെ പതിവാക്കിയാൽ നിങ്ങൾ അറിയാത്ത മാർഗത്തിലൂടെ കടങ്ങൾ തീരുന്നത് നിങ്ങൾക്കറിയാൻ കഴിയും. ഉസ്താദെ, പൈസ ഒക്കെ ശമ്പളമൊക്കെ കിട്ടുന്നുണ്ട്, കടമൊന്നും അങ്ങോട്ട് തീരണില്ല ഉസ്താദെ, ഇത് പതിവാക്കിക്കോ. സമ്പത്തുണ്ട്, കടം തീരണില്ലെന്ന് പറയുന്നവരുണ്ട്. സമ്പത്തില്ല, കടം തീരണില്ല, രണ്ടും രണ്ടാണ്. സമ്പത്തുണ്ടായിട്ടും കടം തീരാത്തവരുണ്ട്. പക്ഷെ അള്ളാഹ് വിചാരിക്കണം, ഇതൊന്ന് പതിവാക്കി നോക്കിക്കേ, നിങ്ങൾ അറിയാത്ത മാർഗത്തിലൂടെ അള്ളാഹു ഇങ്ങനെ നിങ്ങളെ സഹായിച്ചു കൊണ്ടേയിരിക്കുമെന്ന് മഹാരഥന്മാർ. രണ്ടെണ്ണമായില്ലേ? മൂന്നാമത്തെ മന്ത്രം, ജോലിയിൽ ബറക്കത്ത്. ഉസ്താദെ, കൂലിപ്പണിയ മദീനെ, ഉസ്താദെ പ്രവാസിയ, ബറക്കത്ത് ചെയ്യട്ടേനെ. ഉസ്താദെ, വീട്ടിൽ നിന്ന് ജോലി ചെയ്യാണ്, തയ്യൽ ജോലിയാണ്, ആയിക്കോട്ടെ, അതിലൊക്കെ ബറക്കത്ത് വേണോ? മഹാരഥന്മാർ രേഖപ്പെടുത്തുന്നുണ്ട്. എന്താണെന്നറിയോ? ഹൗക്കലത്ത് നിങ്ങൾ പാരായണം ചെയ്യുക. ലാ ഹൗല ലേഹിയ, ലാ ഹൗല ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം. ഇതറിയാത്ത ആരും ഉണ്ടാവില്ലല്ലോ. ഉമ്മമാരെ, സുബഹി നിസ്കാരം കഴിഞ്ഞ് ഒരു 100 വട്ടം നിങ്ങളതും കൈമുതലാക്കിക്കുക. ഇതൊരു ഗുളികയാക്കി, ഒരു ടാബ്ലറ്റ് ആക്കി, ഒരു ഇൻസുലിൻ ആക്കി നിങ്ങൾ അങ്ങ് ചേർത്ത് പിടിച്ച് എല്ലാ ദിവസവും മുടങ്ങാതെ സുബഹി നിസ്കാരം. നിസ്കാരിക്കാൻ പറ്റൂല, അശുദ്ധിയാണ്. ഇതിന് അശുദ്ധി പ്രശ്നമില്ല. എല്ലാ ദിവസവും സുബഹി കഴിഞ്ഞിട്ട് ഒരു 101 വട്ടം നിങ്ങളിത് പതിവാക്കി നോക്കി, ഉറപ്പായും നിങ്ങൾക്ക് ജോലി ബർക്കത്തുണ്ടാകും. ജോലി ഉസ്താദ് ഞങ്ങൾ